യേശുവിൻ്റെ സ്നേഹം തോൽക്കുകയില്ല. നിങ്ങളെ നഷ്ടപ്പെടുത്താൻ അവനൊരിക്കലും കഴിയുകയില്ല. നിങ്ങൾ നഷ്ടപ്പെടുകയില്ല. പിശാച് എത്ര വലിയ തന്ത്രശാലിയാണെങ്കിലും, എത്ര വലിയ പരാജയങ്ങൾ, വീഴ്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും നിങ്ങളെ കലക്കിക്കളയുവാൻ പിശാച് തന്ത്രങ്ങൾ മെനഞ്ഞാലും യേശുവിൻ്റെ സ്നേഹം വിജയിക്കും. സത്യം വിജയിക്കും. 3.5 വർഷമായി കൂടെ നടക്കുന്ന ശിഷ്യന്മാർ അന്ന് രാത്രി ഗെഥസമനയിലേക്ക് പോകുന്ന വഴിയിൽ അവരുടെ ഹൃദയം കലങ്ങിപ്പോയി. തങ്ങളെ വിളിച്ച ഗുരു, തങ്ങളോട് വാക്കു പറഞ്ഞ കർത്താവ് തങ്ങളെ വിട്ടു പിരിയുന്നു, ആ സാന്നിധ്യം അകലുന്നു എന്ന ചിന്താഭാരത്താൽ അവരുടെ മനസ്സ് കലങ്ങി. അല്പം കൂടി മുൻപോട്ട് ചുവട് വച്ചപ്പോൾ അവരെല്ലാവരും ചിതറിപ്പോയി. ഗുരുവിൽ നിന്ന് വളരെ വളരെ അകന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അകന്നു പോകാനാണോ യേശു കൂടെ കൂട്ടിയത്? 3.5 വർഷം കൊണ്ട് അവസാനിക്കുന്ന ഒരു ബന്ധമാണോ ഇത്? അങ്ങനെ അവസാനിക്കാൻ വേണ്ടിയാണോ ഇത്രയും നാൾ കൂടെ നിർത്തി സ്നേഹിക്കുകയും കരുതുകയും ചെയ്തത്? അല്ല. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇതുവരെ കണ്ട സ്നേഹത്തെക്കാളും ആഴമായ സ്നേഹമാണ്. 5 അപ്പം വാഴ്ത്തി നുറുക്കി കൊടുക്കുന്നത് സ്നേഹമാണ്. പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ പനി മാറ്റിയത് സ്നേഹമാണ്. ശിഷ്യന്മാർക്ക് വേണ്ടി യേശു അത്ഭുതങ്ങൾ ചെയ്തു. അത്രയൊക്കെ സ്നേഹിച്ചിട്ടും അവർ ചിതറിപ്പോകുന്നത് കാണുമ്പോൾ യേശുവിന് പറയാനുണ്ട്, ഇനിയുള്ള സ്നേഹം തോൽക്കില്ല. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന സ്നേഹം ഒരിക്കലും പരാജയപ്പെടുന്ന സ്നേഹമല്ല. നീ എത്ര അകന്നു പോയാലും ഞാൻ നിന്നെ തിരിച്ചു പിടിക്കും. നീ എത്ര ദൂരെ പോയാലും ഞാൻ നിന്നെ മടക്കി വരുത്തും. അത്ര വലിയ സ്നേഹമാണ് കാൽവറിയിലെ സ്നേഹം. പ്രിയപ്പെട്ടവരെ, അവൻ തകർക്കപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അവൻ്റെ കഷ്ടാനുഭവത്തിന് ശക്തിയുണ്ട്. അവൻ്റെ സ്നേഹം തോൽക്കുകയില്ല. ഈ ഭൂമിയിലെ മനുഷ്യരുടെ സ്നേഹം വ്യവസ്ഥ പ്രകാരമുള്ളതാണ്. എന്നാൽ യേശുവിൻ്റെ സ്നേഹം അൺകണ്ടീഷണലാണ്. അതെ, അത് അഗാപ്പയാണ്. ആ സ്നേഹം ഒരു നാളും തോൽക്കുകയില്ല. സ്നേഹത്തെക്കാൾ ശക്തിയുള്ളതൊന്നും ഇവിടെയില്ല. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഇന്ന് പകലും അല്പം പോലും കുറവ് വരാതെ ആ സ്നേഹം ചലിക്കുകയാണ്. ആ സ്നേഹം നിങ്ങളെ വിളിക്കുകയാണ്. ആ സ്നേഹം നിങ്ങളുടെ മുറിവുകളെ സൗഖ്യമാക്കുകയാണ്. നിങ്ങളുടെ ഏകാന്തതകളെ, ഒറ്റപ്പെടലുകളെ ഇന്ന് പകൽക്കാലം ആ സ്നേഹം പൊതിയുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ സ്നേഹം പരാജയപ്പെടില്ല. നിങ്ങളും പരാജയപ്പെടില്ല.
വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.